എൻ്റെ പേര് റിസ. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ CUETക്ക് 5 പേപ്പേഴ്സിനായിരുന്നു കൊടുത്തിരുന്നത്. 4 ഡൊമെയിൻ സബ്ജക്റ്റും ഒരു ഇംഗ്ലീഷ് പേപ്പറും ആയിരുന്നു. ഡൊമെയിൻ സബ്ജക്റ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ മാത്സ്, ബയോളജി ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെയായിരുന്നു എക്സാം. 21നും 22നും ആയിരുന്നു എക്സാം. ഫസ്റ്റ് ഡേ 3rd ഷിഫ്റ്റ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. വൈകിട്ടായിരുന്നു എക്സാം. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ ആയിരുന്നു എക്സാം. 21ന് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആയിരുന്നു. ഫിസിക്സിനും കെമിസ്ട്രിയും മാത്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ 3 എണ്ണത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് ഫിസിക്സ് ആയിരുന്നു. ഈ 3 പേപ്പേഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കെമിസ്ട്രി ഒക്കെ ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ കുറേ വാല്യൂ ആഡഡ് നോട്ട്സ് വായിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും അതേപോലെ കുറേ പാരഗ്രാഫ് ടൈപ്സ് ഒക്കെ ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ സന്തോഷമായിരുന്നു. വാല്യൂ ആഡഡ് നോട്ട്സത്തെ കുറേ പോയിന്റ്സും ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിരുന്നു. പിന്നെ മാത്സിലാണെച്ചെങ്കിൽ ടൈമിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഒരു CBT എക്സാം ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ് ആയതുകൊണ്ട് തന്നെ ടൈം ഉണ്ട്. വേറെയുള്ള എക്സാംസ് ആണെങ്കിൽ നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. പക്ഷേ ഇതിൽ ടൈമിൻ്റെ കാര്യമുള്ളതുകൊണ്ട് തന്നെ അത് പ്രാക്ടീസ് അധികം ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ടൈം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ടൈമിന് ഇത്രയും വില ഉണ്ടെന്ന് എക്സാം കഴിഞ്ഞ് അറിയപ്പോൾ മനസ്സിലായി. കാരണം മാത്സ് ഒക്കെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള മെട്രിക്സസ് എന്നൊക്കെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മെട്രിക്സ് പഠിച്ചവർക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറായിരുന്നു മാത്സിൻ്റെ. അപ്പോൾ അതിൽ നിന്നൊരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ ചെയ്തിട്ട് അവസാനം എല്ലാം ചെയ്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം നന്നായിട്ട് ആൻസർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. കാരണം നമ്മൾ Prepwise ആപ്പിൽ തന്നെ കുറേ ഇതുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ മാത്സിൻ്റെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അത് വല്ലാതെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുകൊണ്ട് തന്നെ അധികം പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഡേ എനിക്ക്, അതായത് 22ന് ഞങ്ങൾക്ക് ഇംഗ്ലീഷും ബയോളജിയും പേപ്പറായിരുന്നു. ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ പാരഗ്രാഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പേപ്പർ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പം നമ്മുടെ ആൻറ്റണിംസ് ആയാലും സിനണിംസ് ആയാലും ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത്ര ടഫ് ലെവൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ നമ്മൾ ആപ്പിലും ആയിട്ടും നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ അത് കുറച്ച് നമുക്ക് ഫെമിലിയർ അല്ലാത്ത കുറേ വേർഡ്സ് ഉണ്ടാവും. ഇതിൽ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല, എന്നാലും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷിലുണ്ടായിരുന്നത്. ബയോളജി എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമായിരുന്നു. ബയോളജിയിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒക്കെ. അത് നല്ല ഉള്ളുന്നായിട്ടോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല, ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബയോളജി. ഞാൻ എഴുതിയ 5 എക്സാമിൽ വെച്ചിട്ട് ബയോളജി എനിക്ക് നല്ല എളുപ്പമായിരുന്നു. കാരണം ഞാൻ വാല്യൂ ആഡഡ് നോട്ട്സ് നന്നായിട്ട് വായിച്ചിരുന്നു ബയോളജിയുടെ ഒക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കുറേ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ബയോളജി എക്സാം എഴുതിയ സമയത്ത്. പിന്നെ ഇനിയിപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചാൽ അത്ര ഹൈ ഡിഫിക്കൽട്ടി അതൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു മീഡിയം ലെവലിൽ എല്ലാവർക്കും അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ഇനി Prepwise ജോയിൻ ചെയ്തതിന് ശേഷം എന്താ വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് ഈ എക്സാം അറിയാം, ഇത് ഇന്നതിനാണെന്ന് അറിയാം. പക്ഷേ എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഇത് കൊണ്ടുപോകണം, അതായത് എങ്ങനെ പഠിച്ചാലാണ് പെട്ടെന്ന് പഠിക്കാനും അതേമാതിരി ആൻസേഴ്സ് ചെയ്യാനും പറ്റാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ Prepwiseലേക്ക് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ Prepwiseലേക്ക് വന്നത്. വന്നതിന് ശേഷം എന്ന് വെച്ചാൽ നല്ല മെൻറ്റർഷിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എൻ്റെ മെൻറ്റേഴ്സ് ആയാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഡൗട്ടാണ് എത്ര നേരം വൈകി, അതായത് രാത്രിയാണ് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അപ്പം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ക്ലാസ്സസ് ഞാൻ കൂടുതലായിട്ട് Prepwise ആപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടെസ്റ്റാണ്. ഞാൻ അത്രയും ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ബയോളജിയാണ് ഞാൻ കൂടുതൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജി ആയിരുന്നു ഏറ്റവും കൂടുതൽ എളുപ്പം. ഇപ്പോൾ ഞാൻ എക്സാം ഇട്ടിങ്ങനെ ആലോചിച്ചു, മറ്റേ സബ്ജക്ട്സിലും ഒന്നും കൂടിയും ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽക്കും എനിക്ക് എളുപ്പമായിരുന്നു എന്ന്. ബയോളജി അത്യാവശ്യം നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് ഈ വാല്യൂ ആഡഡ് നോട്ട്സ് വായിച്ചിട്ടും അതേപോലെ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടാണ്. ഞാൻ ഒരു ദിവസം പഠിക്കൽ കഴിഞ്ഞാൽ അതായത് Prepwise ക്ലാസ് കാണൽ കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ മാം ഞങ്ങൾക്ക് ടൈമർ വെച്ച് തന്നിട്ട് പാരഗ്രാഫ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ടൈം പറഞ്ഞ കാര്യം അത്രയും വലിയ ടാസ്ക്കാണ് ഈ എക്സാമിന്.
അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാനാണ് കൂടുതൽ നോക്കേണ്ടത്. എൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാരഗ്രാഫൊക്കെ എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റി, കാരണം അതിനുള്ള പ്രാക്ടീസ് ആപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാരഗ്രാഫൊക്കെ നന്നായിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പാരഗ്രാഫൊക്കെ എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെൻറ്റേഴ്സ് ഫസ്റ്റ് എനിക്ക് സിദ്ര മാം ആയിരുന്നു, പിന്നീട് ഇസ മാം ആയി. അവർ രണ്ടുപേരും എനിക്ക് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല, കാരണം രണ്ടുപേരും അത്രയും നന്നായിട്ട് എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ മെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ അവർക്ക് ഡെയിലി എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇതെന്തായാലും ഡെയിലി അയക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ക്ലാസ് ആദ്യം കണ്ടിരുന്നത്. അതായത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് ക്ലാസ് കാണും, പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇട്ട് പോവായിരുന്നു. പിന്നെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എക്സാം തൊട്ട് നന്നായിട്ട് ഞാൻ ക്ലാസ് കാണൽ തുടത്തി. അറിയാത്ത ഞാൻ കൂടുതൽ ക്ലാസ് കണ്ടിട്ടില്ല. ഞാൻ കൂടുതൽ ക്ലാസ് കണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷായിരുന്നു 4 സബ്ജക്റ്റിൽ പുറത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൂടുതൽ കാണും. പിന്നെ കെമിസ്ട്രി, മാത്സ് ചില ക്ലാസ്സുകൾ, ചില ടോപ്പിക്സ് അറിയാത്തത്, അങ്ങനത്തെ ക്ലാസ് കാണും. വാല്യൂ ആഡഡ് നോട്ട്സും ടെസ്റ്റുമാണ് ഞാൻ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ചാൽ ക്ലാസ് നമ്മൾ കൂടുതൽ കണ്ടു തീർക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കൂടുതൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ടുണ്ടോയെന്നോ, അല്ലെങ്കിൽ കുറച്ച് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ നമുക്കറിയാം, പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ വീക്കാണ്. അപ്പോൾ അതേതൊക്കെയെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ പഠിക്കുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. മൊത്തത്തിൽ CUET എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഞാൻ ഇതുവരെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതുതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇതിന്ന് കിട്ടി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.